ഗൈസ് ഈ കാണുന്നതാണ് കേട്ടോ കൊല്ലം അഞ്ചലിലെ മാർക്കറ്റ് ജംഗ്ഷൻ. അപ്പോൾ ഗൈസ് കണ്ടക്ടർ തേച്ചു കേട്ടോ. ചന്തമുക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞില്ല. പിന്നെ ഫുഡ് കഴിക്കാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കേരള കഫേ വരുന്നുണ്ട്. മത്സരമാണ് കേട്ടോ. രാമം ഫാമിലി റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ആനയാണ്, മാങ്ങയാണ്, ചക്കയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു നാടിനെ മൊത്തത്തിൽ അങ്ങനെ അടിച്ചമർത്തരുത്. കാരണം അതത്ര വലിയ ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത്ര വലിയ അലമ്പായിട്ടുള്ള ഒരുപാട് നാടുകളുണ്ട്. നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് തന്നെ തുറന്നു പറയാം. അങ്ങനെയാണല്ലേ? അപ്പൊ ശരി എന്നാ 5 ദിവസം നിന്റെ സ്പോട്ടിൽ അത്രേ ഉള്ളൂ. പോയിട്ട് വാ. ഓക്കെ ശരി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ ക്യാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണുള്ളത്. നമ്മൾ അടുത്ത വർക്കിന് കയറാൻ പോവാണ്. ഒരു ലീവ് വേക്കൻസിയാണ്. 5 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഇത് നമ്മുടെ ഒരു ഓൾ കേരള ട്രിപ്പാക്കി ഞാൻ മാറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങി, പാറശാലയിൽ നിന്ന് ഇറങ്ങി നൈസായിട്ട് നമ്മൾ പൊയ്ത്തൂർ കോണത്ത് ഇന്നലെ പോയിട്ട് ഇന്ന് നമ്മളിവിടെ കൊല്ലത്ത് വന്നിട്ട് കൊല്ലത്ത് സ്പോട്ടിൽ നമുക്ക് ലീവ് വേക്കൻസി കിട്ടിയിട്ടോ. ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ തപ്പിയപ്പോൾ കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും മിക്കവാറും ഒരു ഓൾ കേരള ട്രിപ്പായി മാറും. അതൊരു വെറൈറ്റി കണ്ടന്റ് തന്നെ. ഓരോ സ്ഥലം, ഒരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലം, ഓരോ ജില്ലകളിലുണ്ടല്ലോ എല്ലാ പണികളും. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് കൊല്ലം അഞ്ചലാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേരെ ഇവിടുന്ന് അഞ്ചലിലേക്ക് പോകുന്ന കൊട്ടാരക്കര വഴി പോകുന്ന ബസ്സിൽ കയറി നേരെ അങ്ങോട്ട് പെടച്ചേക്ക സമയം കളയണ്ട. ഗൈസ് നമുക്ക് പോകേണ്ടത് അഞ്ചല് കുരിശുമുക്കിലാണ് പോകേണ്ടത്. ചന്തമുക്ക് അവിടെ പോയി ഇറക്കാമെന്നാണ് പറഞ്ഞത് കണ്ടക്ടർ. എന്തായാലും നമ്മൾ ഇവിടുന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. കൊല്ലം അഞ്ചൽ ചന്തമുക്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുക, അടുത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് പിന്നെ വിഷയമല്ല. ലീവ് വേക്കൻസിയുടെ ആൾ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് റൂം കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു പരിസരത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ് കണ്ടക്ടർ തേച്ചു കേട്ടോ. ചന്തമുക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞില്ല. നമ്മളിനി കുറച്ച് പുറകോട്ട് നടക്കാനുണ്ട്. ഏകദേശം ആക്ച്വലി നമുക്ക് ചന്തമുക്കിലേക്കല്ല പോകാനുള്ളത്, നമുക്ക് കുരിശുമുക്കിലേക്കാണ് പോകാനുള്ളത്. ഏതോ ഒരു മുക്ക് കുരിശുമുക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഓൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ബന്ധങ്ങൾ, കണക്ഷൻസ്. പക്ഷെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് എത്ര നടക്കാണ്ടെന്ന് അറിയില്ല. ടൈമാണ് കൊല്ലം വഴി പാസ് ചെയ്ത് പോകാറുണ്ട് എന്നല്ലാതെ കൊല്ലത്ത് അങ്ങനെ സ്റ്റേ ഒന്നും അടിച്ചിട്ടില്ല. നമുക്ക് നോക്കാം കൊല്ലംകാരുടെ ആ ഒരു സ്നേഹം, ആ ഇവിടുത്തേതായിട്ടുള്ള ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തോട് കൂടിയിട്ട് ഒരു നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ വിളിച്ച ആൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. 5 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. ഏകദേശം 3 കിലോമീറ്ററോളം ഇവിടുന്ന് അങ്ങോട്ട് കുരിശുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളെ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ ലഗേജുകളൊക്കെ അവിടെ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഒരു നൈറ്റ് ലൈഫ് ആ ഒരു കുരിശുമുക്ക്, ആ ഒരു ബൈപ്പാസ്, ആ ഒരു സൈഡിൽ അടിച്ച് പൊളിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സ്റ്റോറിൻ്റെ എന്ന് പറയുന്നത്. എന്താ ഇവനായിരുന്നു ആള്. അവനെ നമുക്ക് അവിടെ റൂമിൽ അവിടെ കൊണ്ടാക്കാൻ വരുന്നുണ്ട്. അതിനുശേഷം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ 5 ദിവസം കൊല്ലം അഞ്ചൽ കുരിശുമുക്ക് 5 ദിവസം. വണ്ടി എടുത്ത് പോനെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ വരുന്നത്. ഫുഡ് വരുന്നത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് അക്കോമഡേഷൻ വരുന്നത്. ഇത്രയും സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു റൂമാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കണ്ടീഷനാണ് റൂമൊക്കെ വരുന്നത്. കണ്ടോ, ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീനൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ആൾ. കുറച്ച് ഇങ്ങോട്ട് വിളിച്ചത്തേക്കുന്നേ.
ഒന്ന് പേര് പറഞ്ഞേ, എന്താ പേര്? അനന്തു. സ്ഥലം കൊല്ലം. നമ്മൾ അവിടുന്ന് അവനെല്ലാം പറഞ്ഞയച്ചിട്ട് അവൻ പോയിട്ടാ. അവൻ ഇന്ന് ഡ്യൂട്ടിയിലുണ്ട്. നാളെ മുതലാണ് അവൻ ലീവ് വരുന്നത്. നമ്മൾ ഈ ഒരു ജംഗ്ഷനിലേക്ക് തിരിച്ചിങ്ങോട്ട് നടന്ന് കയറിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെറുതായിട്ടൊരു ലുക്കൊന്ന് മാറ്റാനുള്ള പരിപാടിയാണ്. ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ടൊന്ന് ഒതുക്കാനുള്ള പരിപാടി. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഈ യാത്രയിൽ ഈ മുടിയും കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടാണുള്ളത്. നമ്മൾ ഏതൊരു ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാലും, നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അല്ലേ, നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാമറക്ക് മുന്നിൽ ഫേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു സ്പോട്ടിനെ കുറിച്ചിട്ട് അടിപൊളിയായിട്ടൊരു വിവരണം തന്നെ നമുക്ക് പകർന്നു തരും കേട്ടോ. നേരെ മറിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഒരു ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നൈസായിട്ട് പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരുന്നതിനൊരു പരിധിയുണ്ട്. ആ ഒരു ലിമിറ്റിന് അവർ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഈ ഒരു ഇതിൻ്റെ പുറകിൽ കേട്ടോ. അത് വേറൊരു കേസ്. അങ്ങനെ നമ്മൾ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോഴേക്കും പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു നാടിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പുറമേക്കാർ പറയുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും കണക്കാക്കരുത് കേട്ടോ. കാരണം 100% ഒരിക്കലും അങ്ങനെ ആവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെയായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ആയല്ലോ, കുറേ ആളുകളായിട്ട് ഞാൻ ഇടപഴകി. അവരൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, എനിക്കങ്ങനെ ഒരു റോങ് ക്യാരക്ടറായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് എല്ലായിടത്തും പോകുന്ന പോലെയൊക്കെ തന്നെ. ട്രിവാൻഡ്രത്തു നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അവിടുത്തേതായിട്ടുള്ള ഒരു ഭാഷകളും അവിടുത്തേതായിട്ടുള്ള രീതികളും തമ്മിൽ ചെറിയ ബന്ധങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണമെന്നില്ല. ഞാൻ ഏകദേശം 2 വർഷത്തോളമായിട്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ചേഞ്ച് ആയിട്ടൊന്നും തോന്നണില്ല തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തോട്ടുള്ള ഈ ഒരു മാറ്റം. ആനയാണ്, മാങ്ങയാണ്, ചക്കയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു നാടിനെ മൊത്തത്തിൽ അങ്ങനെ അടിച്ചമർത്തരുത്. കാരണം അതത്ര വലിയ ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത്ര വലിയ അലമ്പായിട്ടുള്ള ഒരുപാട് നാടുകളുണ്ട്. നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് തന്നെ തുറന്നു പറയണം. നമുക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ പറ്റിയില്ല എന്ന് തന്നെ പറയാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇടപഴകി. അവരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ നല്ല സ്നേഹമൊക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. 5 ദിവസത്തോളം ഇനി ഇവിടെ ഉള്ളതാണല്ലേ. അപ്പോൾ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം വേണം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 1/4 മണിക്കൂറല്ല, 1/4 കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അവൻ ഇവിടെ വന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയതാണല്ലോ. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് മുടി വെട്ടാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് തിരിച്ച് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു യാത്ര മാത്രമല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കണ്ടന്റ് മാത്രമല്ല, എൻ്റെ ലൈഫാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. യാത്രയും എൻ്റെ വർക്കും കാര്യങ്ങളും ഒരുമിച്ച് ഒരേ ട്രാക്കിൽ കൊണ്ടുപോവുക എന്നുള്ളൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്, ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ട്രിവാൻഡ്രം കഴിഞ്ഞ് ഇപ്പോൾ കൊല്ലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരു ഓൾ കേരള ആക്കാൻ ശ്രമിക്കാം, നമുക്ക് നോക്കാം. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ലീവ് വേക്കൻസി കാര്യങ്ങൾ കിട്ടണമെന്നില്ല. ഒരുപാട് ലീവ് വേക്കൻസിയുടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഏതാണ് അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്. നാളെ മുതൽ നമുക്കിവിടെ 5 ദിവസത്തെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് ചലിക്കാൻ പോകുന്നത് കേട്ടോ. വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് നോക്കാം, അവിടെ എന്തെങ്കിലും വർക്കുകൾ നോക്കാം. അപ്പോൾ ജീവിതം മുന്നോട്ട് പോകണം, വരുമാനം മുന്നോട്ട് പോകണം, അതിൽ യാത്രകൾ മുന്നോട്ട് പോകണം, കണ്ടന്റുകൾ വേണം. എല്ലാം കൂടി നല്ല രീതിക്കുള്ളൊരു എഫേർട്ടാണ് വരുന്നത്. ഞാൻ ഏതിന് തയ്യാറായിട്ട് തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ കൂമ്പാരമാകുമ്പോൾ കലാപരിപാടികളാണ് ഉഷാറായിക്കോളും. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.